പുതുതായി കൂട്ടിച്ചേർത്ത ഗൂട്രിക്കൽ റേഞ്ച് ഉൾപ്പെടെ 925 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പെരിയാർ കടുവ സങ്കേതത്തിന്റെ വിവിധ ഭാഗത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചാണ് ഇത്തവണ കടുവകളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് ഇതിനുപയോഗിക്കുന്നത്. രാത്രിയോ പകലോ ഏതെങ്കിലും വസ്തു ഈ ക്യാമറകൾക്ക് മുൻപിലൂടെ നീങ്ങിയാൽ അപ്പോൾ തന്നെ ക്യാമറകൾ അതിന്റെ ചിത്രമെടുക്കും. മുൻപ് കടുവകളുടെ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ ശേഖരിച്ച് വിശകലനം നടത്തിയാണ് എണ്ണം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതുവഴി ലഭിക്കുന്ന എണ്ണം കൃത്യമല്ലെന്ന കണ്ടെത്തലാണ് പുതിയ മാർഗം പിന്തുടരാൻ വനം വകുപ്പിനെ പ്രേരിപ്പിച്ചത്. കടുവകൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിരീക്ഷണം നടത്തുകയാണ് ഇതിന്റെ ആദ്യപടി. ഇതിൽ നിന്നും കടുവകളുടെ സാന്നിധ്യമുള്ള മേഖലകൾ മനസ്സിലാക്കും. അതിനുശേഷം ഈ ഭാഗത്താണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. എതിർ ദിശയിലുള്ള 2 മരങ്ങളിൽ മുഖാമുഖമായാണ് ക്യാമറകൾ ഘടിപ്പിക്കുന്നത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന GPS റീഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഇതിനു മുൻപിലൂടെ കടന്നുപോകുന്ന കടുവകളുടെ 2 വശങ്ങളുടെയും ചിത്രം ശേഖരിച്ച് വിശകലനം നടത്തി എണ്ണം കണക്കാക്കാനുള്ള പണികളാണ് പുരോഗമിക്കുന്നത്. നമ്മുടെ കൈരേഖ ഉള്ളതുപോലെ തന്നെ ഓരോരോ കടുവയ്ക്കും അതിനായിട്ടുള്ള സ്ട്രൈപ്പ് വ്യത്യാസമുണ്ട്. അതിൻ്റെ വര അത് തന്നെ ഒരു ഇടതുവശവും വലതുവശവും വെവ്വേറായിട്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ 2 ക്യാമറയാണ് പിടിപ്പിക്കുന്നത്, ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ നമുക്ക് 2 സൈഡുമുള്ള ഫോട്ടോ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്ട്രൈപ്പിൻ്റെ അതിൻ്റെ ഷേപ്പ് വ്യത്യാസം ഓരോ കടുവയ്ക്ക് വരുന്നതുകൊണ്ട് സ്ട്രൈപ്പ് വെച്ച് തന്നെ നമ്മൾ കടുവയെ തിരിച്ചറിയാൻ പറ്റും. ഒരു സ്ഥലത്ത് 15 ദിവസമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. പെരിയാർ ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിൽ കടുവ സങ്കേതത്തിന്റെ 2 റേഞ്ചുകളിൽ ക്യാമറ സ്ഥാപിച്ച് ഇതിനകം ചിത്രങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പെരിയാർ കടുവ സങ്കേതത്തിലെ കടുവകളുടെ എണ്ണം കൂടുതൽ കൃത്യമായി തിട്ടപ്പെടുത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം. മെയ് മാസം അവസാനത്തോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. പെരിയാർ കടുവ സങ്കേതത്തിലെ ചെന്താമരക്കൊക്കയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.